നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിങ്ങളെ സ്വന്തമാക്കാത്തത് കൊണ്ട് ഈ വ്യക്തി ഈ ലോകത്തിന് മുന്നിൽ താഴ്ന്നു പോയതായി തോന്നി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഊർജമാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുപാട് നാളുകളായി യാതൊരു തരത്തിലുമുള്ള കോണ്ടാക്റ്റ് ഇല്ലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൃത്യമായ വ്യക്തമായ ഒരു ധാരണയിലല്ലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കുറേ കാലമായി ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഈ വ്യക്തി ദൂരേക്ക് മാറിപ്പോയിട്ടുണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വായന നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഊർജത്തിൽ നിന്നും തന്നെയാണ്. 3 പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ക്ഷമയെയാണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാരണം വളരെയധികം ക്ഷമയില്ലാത്ത ഒരു സ്വഭാവ പ്രകൃതമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അമിതമായി ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ എടുത്തുചാട്ടം ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കുക, ഇത്തരം കാര്യങ്ങളായിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ബുദ്ധിപരമായും സമാധാനപരമായും നിയന്ത്രിച്ചുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കാതെ പകരം എടുത്തുചാട്ടത്തിലൂടെയും പല അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടുമാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ട്. അത് അക്ഷമനായതുകൊണ്ട് തന്നെയാണ്. കാരണം ക്ഷമയില്ലാത്തതും ക്ഷമയില്ലാതെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായ സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തീർത്തും നിങ്ങളെ വരെയും ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധമാണെങ്കിലും ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി മനസ്സുകൊണ്ട് പടുത്തുയർത്തിയ ഒരുപാട് സ്വപ്നങ്ങളുമാണ് വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യം എത്തി നിൽക്കുന്നത് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തിൽ തന്നെയാണ്. ഈ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൽ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള താല്പര്യമോ സമാധാനമോ ആശ്വാസമോ ഇല്ല. കാരണം ഞാൻ എന്ത് നേടി എന്നുള്ള ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഓരോ നിമിഷവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുക്കുമ്പോൾ ഉറപ്പായിട്ടും ശക്തമായിട്ടുള്ള ഒരു മുള്ളു കുത്തിക്കേറുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ മൂർച്ചയേറിയ ഒരു വാള് ഹൃദയത്തിൽ കുത്തിക്കേറുന്ന വേദനയോട് കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ സാഹചര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പുതിയതായി കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ടച്ചിങ് എർത്ത് എന്ന് പറയുന്ന ഊർജമാണ് ലഭിച്ചിട്ടുള്ളത്. എന്ത് കാര്യവും ഉയർന്ന് വളർന്ന് തഴച്ചു വളർന്നു വരുന്നത് ഭൂമിയിൽ നിന്നാണല്ലോ, അതും ഒരു വിത്തിൽ നിന്നും. നമ്മൾ ഓരോ മനുഷ്യരും ഏത് ജീവജാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉറപ്പായും ഈ വ്യക്തി ഭൂമിയോളം ക്ഷമയോട് കൂടി വന്നിട്ട് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ഒരു ചിന്താഗതിയിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഈ വ്യക്തി മറ്റു പലവരെയും വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ്. അതിലൂടെ ഈ വ്യക്തിക്ക് അതിഭയാനകരമായിട്ടുള്ള ചതിവ് അനുഭവപ്പെടേണ്ടി വന്നു, ചതിക്കപ്പെട്ടു. അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും ആരോടും ഇപ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ല, പ്രത്യേകിച്ച് ശത്രുക്കളോട്. പക്ഷേ നിങ്ങളുമായിട്ടും ഈ പ്രണയബന്ധത്തിലേക്കും എത്തി നോക്കുമ്പോൾ ഈ വ്യക്തി ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം പടുത്തുയർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സമാധാനം തിരിച്ചു കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളും ഒരുപക്ഷെ ഈ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്തോ മറ്റോ പോയിട്ടുണ്ടാകാം. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രിയും പകലും എന്നില്ലാതെ അധ്വാനിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി എങ്ങാനും സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയം തകർന്നു പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആയിരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാനാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനാവുക. കാരണം പണ്ടത്തെ വളരെയധികം അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവ പ്രകൃതത്തിൽ നിന്നും പരിപൂർണമായും ഈ വ്യക്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു മനുഷ്യനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെയൊക്കെ കൂടെ നിർത്തണമെന്നും ആരെയെല്ലാം പുറന്തള്ളണമെന്നും ഉള്ള വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് ഈ വ്യക്തി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്തരം നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായി ഈ വ്യക്തി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ഈ വ്യക്തി വെച്ച് പൊറപ്പിക്കുകയില്ല, അല്ലെങ്കിൽ അതുമായി ഒരിക്കലും ഈ വ്യക്തി മുന്നോട്ട് പോവുകയുമില്ല. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി നല്ല രീതിയിൽ ക്ഷമയോട് കൂടിയും സ്വസ്ഥമായ മനസ്സോടു കൂടിയും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് സ്ത്രീകളുടെ ഊർജം തന്നെയാണ്. ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീനെ ആണെങ്കിൽ ഈ സ്ത്രീകളുടെ ഊർജമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ അത്രമേൽ ശക്തരാണെന്നും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ തേടി ഈ വ്യക്തി ഉറപ്പായിട്ടും ഏതു ദൂരത്താണെങ്കിൽ പോലും പ്രത്യക്ഷപ്പെടുമെന്നും ഉള്ള ഒരു ആശയമാണ് ഇതിലൂടെ നമുക്ക് ഇന്നത്തെ വായനയിലൂടെ ലഭിക്കുന്നത്. ഉറപ്പായിട്ടും ഇവിടെ ഒരു കുടുംബ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഊർജം നമുക്ക് വളരെ കൃത്യമായും സ്പഷ്ടമായും കാണാൻ സാധിക്കുന്നു. കാരണം ഈ വ്യക്തി നിങ്ങളുമായി ഒരു കുടുംബ ജീവിതത്തിൽ തന്നെയാണ് അന്നും ഇന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികളും ഒക്കെയായി ഒരു സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഈ വ്യക്തിയുടെ മനസ്സിൽ എന്നും ഒരു സ്വപ്നമായിട്ടും തീരാ നോവായും അവശേഷിക്കുന്നു. അപ്പോൾ അത് എത്ര പെട്ടെന്ന് അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രമാത്രം അതുവരെയും ഈ വ്യക്തി പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ തീർത്തും ഈ വ്യക്തി മറ്റു പലവരോടും ചെറിയ രീതിയിൽ വഴക്കിടുന്നതായിട്ടും ഒരുപക്ഷെ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി വരുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അപ്പൊ തീർച്ചയായിട്ടും ചില വ്യക്തികളോട് ഈ പേഴ്സൺ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവർ അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ അവർ അർഹിക്കുന്നതായിരിക്കാം ഈ നിങ്ങളുടെ വ്യക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിൽ മറച്ചു വെച്ചുകൊണ്ട് വളരെയധികം നിശബ്ദമായിട്ടാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാലാഖമാർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഫൈൻഡ് എ വേ ടു അബണ്ടൻസ് ആണ്. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതിനു വേണ്ടിയിട്ടായിരിക്കാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പ്രണയം, വിവാഹം മതി എന്നുള്ളൊരു ചിന്താഗതിയിലേക്കായിരിക്കാം നിങ്ങളും എത്തി നിൽക്കുന്നത്. അടുത്തത് ലഭിച്ചിട്ടുള്ളത് കോമ്പറ്റീഷൻ ആണ്. സമ്മൺ കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ ഒരു ജീവിതം എന്ന് പറയുന്നതും ഈ പ്രണയബന്ധം എന്ന് പറയുന്നതും നിങ്ങളെയും ഈ പേഴ്സണെയും സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധഭൂമി തന്നെയാണ്. യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ എതിർവശത്ത് നിൽക്കുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായി. എന്നാൽ മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പിന്തിരിഞ്ഞ് പലതും ഉപേക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അതിന് പൂർണ്ണമായിട്ടും പിന്തുണ തന്നുകൊണ്ടാണ് ഇന്നത്തെ മാലാഖമാർ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത്. പ്രണയ സന്ദേശങ്ങളിലേക്ക് എത്തി നോക്കാം. എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു. അതെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
അപ്പോൾ ചാനൽ വായന എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ എല്ലാം അവിടെ ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.